ഞാൻ എൻ്റെ കോൺസെൻട്രേഷൻ ഞാൻ ഈ വൈനിലേക്ക് തന്നെ കൊടുക്കുകയാണ്. ജസ്റ്റ് വാച്ച്. ഓക്കെ, എൻ്റെ മൈൻഡിൻ്റെ പവർ വെച്ചിട്ട് ഞാനിതിനെ ഇപ്പോൾ ഒരു വൈറ്റ് നോർമൽ വാട്ടറാക്കി മാറ്റിയിരിക്കുകയാണ്. കണ്ടോ? സോ നമുക്ക് നമ്മുടെ മൈൻഡ് വെച്ചിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഇങ്ങനെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ആൾക്കാരെ പറ്റിക്കുന്നത്. ഈ അടുത്ത് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഫാസിൽ ബഷീർ ചെയ്തൊരു വീഡിയോ അത് കണ്ട് ഞാൻ ഒരുപാട് കാലം ചിന്തിച്ച ഒരു കാര്യം മനസ്സിൽ കൊണ്ട് നടക്കുന്ന സമയത്ത് കണ്ടൊരു വീഡിയോ ആണ് ഫാസിൽ ബഷീർ ഇപ്പോൾ അടുത്ത് ഇറങ്ങിയൊരു ഹിപ്നോട്ടിസം കൊണ്ട് കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വെച്ചിട്ട്. സോ അത് കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തന്നെ തോന്നി. സോ അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ്ലി സയൻസാണ്. ഇപ്പോൾ ഞാൻ ചെയ്തത് കംപ്ലീറ്റ്ലി സയൻസാണ്. ഓക്കെ, ഇത് അതായത് കെമിക്കൽ റിയാക്ഷൻസ് വെച്ചിട്ട് ചെയ്യുന്ന സംഭവമാണിത്. ഓക്കെ, ഇത് നമ്മൾ മാജിക്കിനൊക്കെ യൂസ് ചെയ്യുന്ന സംഭവമാണ്. ഇത് ഞാൻ പറഞ്ഞ രീതി മൈൻഡ് കൺട്രോൾ ചെയ്തിട്ട് ഞാൻ ആ വൈനിനെ വെള്ളമാക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്ത് കാണിച്ചു തന്നത്. സോ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ നടക്കുന്നുണ്ട്. ഹിപ്നോട്ടിസം എന്ന് പറയും. ആക്ച്വലി ഹിപ്നോട്ടിസം എന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാരാണ് ശരിക്ക് അങ്ങനെയുള്ള വീഡിയോസുമായിട്ട് വേദിയിലേക്ക് വരുന്നത്. ഞാനൊരു വോയിസ് നോട്ട് കേൾപ്പിച്ചു തരാം. ഓക്കെ, ഞാൻ ഇപ്പോൾ മെൻ്റലിസത്തിൻ്റെ കുറേ കുട്ടികളുണ്ടല്ലോ, നമ്മളോട് സംശയം ചോദിക്കുന്ന കുറേ ആൾക്കാർ. അപ്പോൾ അവർക്ക് കുറേ തവണ എന്നോട് ഹിപ്നോട്ടിസം റിപ്പീറ്റ് ചെയ്തപ്പോൾ ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചു. ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചാൽ. ഒരിക്കലും അങ്ങനെ സംസാരിക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ എന്തെങ്കിലും ഒരു പ്രശ്നം സോൾവ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മളോട് സംസാരിക്കാൻ വരുന്നത്. നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചിട്ട്. സോ ഫേക്കായിട്ട് പോലും അത് പറ്റുമെന്ന് പറയരുത്. നിനക്കത് പറ്റില്ല. കാരണം നീ ചെയ്യുന്നത് ഹിപ്നോട്ടിസം അല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹിപ്നോട്ടിസം ആൻഡ് ഹിപ്നോസിസ്? ഹിപ്നോട്ടിസം എന്ന് പറയുന്ന സാധനം ഹിപ്നോസിസ് എന്ന് പറയുന്നതും എന്താണെന്നൊന്നും കേൾപ്പിച്ച ഈ ഒരു വോയിസ് നോട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് എല്ലാവർക്കും ഹിപ്നോട്ടിസം ചെയ്യണം, അത് വീഡിയോ എടുക്കണം, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണം, പബ്ലിസിറ്റി അല്ലെങ്കിൽ ഷോ കിട്ടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, തെറ്റിദ്ധാരണകൾ സംഭവിക്കുന്നുണ്ട് ഒരുപാട്. ആക്ച്വലി ഹിപ്നോട്ടിസം എന്താണെന്നുള്ളതും ഹിപ്നോസിസ് എന്താണെന്നുള്ളതും പലർക്കും ഇന്ന് അറിയില്ല. ഇത് ചെയ്യുന്നത് വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ മെൻ്റലിസം എന്ന് പറയുന്ന പെർഫോമർ എൻ്റർടൈൻമെൻറ്റ് പേർപ്പസാണ് മെൻ്റലിസം എന്ന് പറയുന്നത്. ആസ് യു നോ ദാറ്റ് കുറേ ആൾക്കാർ ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. മെൻ്റലിസം എന്ന് പറയുന്നത് കംപ്ലീറ്റ് എൻ്റർടൈൻമെൻറ്റ് പേർപ്പസിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. ഒരാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഒരിക്കലും അയാളുടെ പെർമിഷൻ ഇല്ലാതെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പെർമിഷൻ എന്ന് പറയുമ്പോൾ അവർ നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മൾ അതിനെ ട്രിക്സ് എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ മാജിക്കിന് ട്രിക്കുകളുണ്ട്, മെൻ്റലിസത്തിനും ട്രിക്കുകളുണ്ട്. എല്ലാം ട്രിക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കലകളൊക്കെ പോകുന്നത്. ഞാനിവിടെ ഒരു ട്രിക്കും റിവീൽ ചെയ്യുന്നില്ല. സോ കാരണം അത് എൻ്റെ പ്രൊഫഷനോട് എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരോട് ഞാൻ ചെയ്യുന്നൊരു മോശം പ്രവൃത്തിയാവും. അതും മറ്റുള്ളവർ ചെയ്യുന്നുണ്ട്. ഞാൻ ആ ഒരു പ്രവൃത്തിയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊന്നും ഞാൻ ചെയ്യുന്നില്ല. എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറേ ആൾക്കാർക്ക് മെൻ്റലിസം പഠിക്കണം, ഹിപ്നോട്ടിസം പഠിക്കണം എന്നൊക്കെയുണ്ട്. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാരെ കാണിച്ച് ഫേമസ് ആവാൻ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ഒരുപാട്. അപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങൾ കേട്ട ഈ വീഡിയോ വോയിസ് നോട്ട് എന്ന് പറയുന്നത് എനിക്കൊരു ഒരു കുട്ടി അയച്ച മെസ്സേജിന് ഞാൻ റിപ്ലൈ കൊടുത്തതാണ്. ശരിക്കും ആ പുള്ളി എന്നോട് ചോദിച്ച കാര്യങ്ങൾ ഞാൻ ഒരിക്കലും ഇവിടെ പ്ലേ ചെയ്യുന്നത് ശരിയല്ല. കാരണം അവരുടെ ഐഡൻറ്റിറ്റിയും കൂടെ നമ്മൾ റിവീൽ ചെയ്യണം. സോ അത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമില്ല. അപ്പോൾ ഈ ചോദിക്കുന്ന ആൾക്കാർക്ക് തന്നെ പല തെറ്റിദ്ധാരണകളുണ്ട്. ഇത് ശരിക്കും ചെയ്യാൻ പറ്റുമോ? അവർക്ക് തന്നെ അറിയില്ല ആക്ച്വലി എന്താ സംഭവം എന്നുള്ളത്. ഇതൊക്കെ സോഷ്യൽ മീഡിയ ഇപ്പോൾ 99 മെൻ്റലിസം പഠിക്കാം, 1999 രൂപയ്ക്ക് ഹിപ്നോട്ടിസം പഠിക്കാം എന്നൊക്കെ പറഞ്ഞ് കോഴ്സുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചവറ് പോലെ കിടക്കുന്നുണ്ട്. ഇപ്പം മെൻ്റലിസം പഠിക്കാൻ നിങ്ങളൊരു കോഴ്സിൽ പോയി കഴിഞ്ഞാൽ അവർ നിങ്ങളെ പഠിപ്പിക്കുന്നത് ട്രിക്കാണ്. മാജിക്കിനെ പോലെ തന്നെ ട്രിക്കുകളാണ് പഠിപ്പിക്കുന്നത്. കാരണം മെൻ്റലിസം എന്ന് പറയുന്നത് ട്രിക്ക് തന്നെയാണ്. അത് സെപ്പറേറ്റ് മെൻ്റലിസത്തിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ട്രിക്കുകൾ തന്നെയാണ്. അപ്പോൾ അവിടെ നിങ്ങൾ പോയി പഠിച്ച ട്രിക്കുകൾ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ മറ്റുള്ളവർ കാണുന്നത് ഇയാൾക്ക് മനസ്സ് വായിക്കാൻ പറ്റുമല്ലോ എന്നുള്ളതാണ്. പക്ഷേ നിങ്ങളവിടെ ട്രിക്കാണ് പഠിക്കുന്നത്. ഒരിക്കലും ഒരാളുടെ മനസ്സ് നിങ്ങൾക്കൊരു മെൻ്റലിസം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കില്ല. ട്രിക്ക് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് ആദ്യം മനസ്സിലാക്കുക. ഒന്നാമത്തെ കാര്യം. ഒരുപാട് തെറ്റിദ്ധാരണകൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നടക്കുന്നുണ്ട്. എനിക്കറിയുന്ന ലിമിറ്റേഷൻ വെച്ച് ഞാൻ പറയാം. ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് ഒരു വഴിയാണ് ഹിപ്നോസിസത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള. ഹിപ്നോസിസം എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്. അതായത് ഇത് ശരിക്ക് സൈക്കാട്രിസ്റ്റൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ മനസ്സിൽ കിടക്കുന്ന മോശം കാര്യങ്ങൾ എടുത്ത് അവരെ റീപ്രോഗ്രാമിങ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു സാധനം ശരിക്ക് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ നമ്മുടെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ ഇത് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊരു വലിയ തെറ്റിദ്ധാരണ, വലിയൊരു തെറ്റായ മെസ്സേജ് സമൂഹത്തിലേക്ക് സ്പ്രെഡ് ആവുന്നുണ്ട്. മെൻ്റലിസം പഠിച്ചാൽ നിങ്ങൾക്ക് ഒരാളെ കൺട്രോൾ ചെയ്യാം. ഒരാളൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് വലിച്ച് റോഡിലേക്ക് ഇടുന്നൊക്കെ കാണണം. ശരിക്കും ഫാസിൽ ബഷീർ അത് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. സോ അത് കംപ്ലീറ്റ്ലി റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാനുള്ള തന്നെ കാരണം ഇത് നിങ്ങളോട് ഷെയർ ചെയ്യുക, എൻ്റെ സർക്കിളിലുള്ള ആൾക്കാരായിട്ട് എത്തിക്കുക എന്നുള്ളത് കൊണ്ടാണ്. Thank you so much.